കടുത്ത ഇസ്രയേൽ വിമർശകനായ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇസ്രയേലുമായി രഹസ്യബന്ധം സൂക്ഷിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ബാഷറിന്റെ കാലത്ത് ഇരു സർക്കാരുകളും തമ്മിൽ രഹസ്യ ഇടപാടുകൾ സൂക്ഷിച്ചിരുന്നതായാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന രേഖകളിൽ സൂചിപ്പിക്കുന്നത്. വിമത സംഘം അധികാരം പിടിച്ചതോടെ ബാഷർ കുടുംബസമേതം റഷ്യയിലേക്ക് പലായനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രഹസ്യ രേഖകൾ കണ്ടെടുത്തത്. എന്നാൽ ഈ രേഖകളുടെ ആധികാരികതയെ സംബന്ധിച്ച വ്യക്തതയില്ലെങ്കിലും അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ചിന്റെ സ്റ്റാമ്പുകളും ഉള്ളതിനാൽ ഔദ്യോഗികമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുറത്തുവന്ന രേഖകൾ പ്രകാരം ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചെല്ലാം അസദിന് മുൻകൂട്ടി വിവരം ലഭിച്ചതായി സൂചിപ്പിക്കുന്നുണ്ട്. ചില ഓപ്പറേഷനുകളിൽ സിറിയൻ ഭരണകൂടത്തിന് പങ്കുള്ളതായും ദ ന്യൂ അറബിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക സ്വത്തുക്കൾ തടയാൻ സിറിയയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടതായും ഇത് ആവശ്യപ്പെട്ടയച്ച കത്ത് ചോർന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ മോസസ് എന്ന രഹസ്യനാമമുള്ള ഒരു പ്രവർത്തകൻ ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സന്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂഖിന് കൈമാറിയതായി കണ്ടെടുത്ത രേഖകളിൽ പറയുന്നുണ്ട്. ഇറാനുമായി സഹകരണം തുടർന്നാൽ സിറിയയ്ക്ക് കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു മുന്നോടിയായി ഗോലാൻ കുന്നുകളിൽ വെച്ച് റോക്കറ്റ് വിക്ഷേപണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇക്കാലത്തുടനീളവും അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഗവൺമെന്റ് അറബ് ലോകത്തെ ഒരു പ്രതിരോധ അച്ചുതണ്ടായി ഇസ്രയേലിനെതിരെ നിലകൊണ്ടിരുന്നു. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലുമായി രഹസ്യബന്ധം സൂക്ഷിക്കുകയും ഇറാനിയൻ മിലിഷ്യകൾക്കെതിരായ സൈനിക പ്രവർത്തനങ്ങൾക്ക് സിറിയ സൗകര്യമൊരുക്കി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ബാഷറിന്റെ പതനത്തിന് ശേഷം പുതുതായി അധികാരത്തിലെത്തുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷായുമായി സഖ്യമുണ്ടാക്കാൻ ഇറാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സിറിയയുമായി ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ഇസ്രയേലിനോടുള്ള അവരുടെ സമീപനം നിർണായകമാകുമെന്നും ഇറാൻ പറഞ്ഞു. അതേസമയം സിറിയയിൽ വലിയ ആക്രമണം നടത്തിയ ഇസ്രയേൽ അവരുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. സിറിയൻ നാവികസേനയുടെ കപ്പലുകളടക്കം വ്യോമാക്രമണത്തിൽ തവിടുപൊടിയാക്കി. ഇതിന് പിന്നാലെ ഇറാനെയും ഇസ്രയേൽ ലക്ഷ്യമിടുന്നതായാണ് വാർത്തകൾ. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ സേന ഇതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ആക്രമിക്കുമെന്നാണ് പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടു എന്നാണ് ഇസ്രയേൽ വിലയിരുത്തൽ. ലബനാനിൽ ഹിസ്ബുള്ളയുടെ കരുത്ത് ചോർന്നതായും ഇറാനുള്ള തിരിച്ചടിയാണ് ഇതെന്നും പ്രതിരോധ സേന വിലയിരുത്തുന്നു. 480 വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര, നാവിക, വ്യോമ സേനകളും ആയുധശേഷിയും സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അധിനിവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രയേൽ കരസേന സാന്നിധ്യവുമെത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.